ഹലോ, ഇപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ടയും ചീരയും കൂടെ, വീട്ടിലുണ്ടായ ചീര കേട്ടോ, അതും കൂടെ വെച്ചിട്ട് ഒരു തോരനോ. പാൻ ചൂടായി ഓയിൽ ഒഴിച്ച് കടുക് 2-3 കടുക് ഇട്ടാൽ മതിയേ. കടുകൊന്ന് പൊട്ടട്ടെ. ഒരു വറ്റൽ മുളക്, ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണം ഉള്ളി. ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ, ഉപ്പ് നോക്കിയിട്ട് ഇടാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മതിയാ മുളക് പൊടി. നമുക്ക് ഇതിൻ്റെ അകത്ത് ചീര ഇടാം. കഴുകി നല്ല പൊടിയായി നോക്കി ചീരയാണ്. ഇത് ചെറുപയറിൻ്റെ ചീരയും ഉലുവ ചീരയും കൂടെ കൂടിയതാണ് കേട്ടോ. ഇപ്പോൾ കർക്കിടക മാസം ആകുമ്പോൾ എല്ലാ ദിവസവും പിള്ളേർക്ക് ഒരു ഇത്തിരി ചീരയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. തകര, ചേമ്പിൻ്റെ ഇല, ചേമ്പ്, താള്, മുരിങ്ങയില എടുക്കാൻ പാടില്ല. അപ്പം ഇത് ഇവിടെ നിന്ന് കുക്കാവട്ടെ. നമുക്ക് ഇപ്പുറത്ത് മുട്ട കിട്ടും. കാടമുട്ട ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ വിളർച്ചക്ക്, മുഖത്ത് വെള്ളപ്പാട്, ഇതിനൊക്കെ നല്ലതായിട്ടാ. ക്യാരറ്റും ഈ ചീരയുടെ ഇലയൊക്കെ തണ്ടെടുക്കരുത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, ഇലകൾ മാത്രം എടുത്ത് ചെയ്ത് കൊടുത്താൽ നല്ലതാട്ടോ. കാടമുട്ടയൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. എല്ലാവർക്കും നല്ലതാട്ടോ ഇലക്കറികളൊക്കെ കഴിക്കുന്നത്. ഒന്ന് കുക്കാക്കി. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇലക്കറികളൊക്കെ കർക്കിടകത്തിൽ നല്ലതാണ് കഴിക്കുന്നത്. കുട്ടികൾക്ക് മുഖത്ത് വെള്ളപ്പാടും വിളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ പെട്ടെന്ന് മാറും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ, ബൈ ബൈ.